മലപ്പുറം പരപ്പനങ്ങാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാൾ പ്രധാനമന്ത്രിക്ക് നേരെ ഭീഷണി മുഴക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന വാർഡ് കൌൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ. അന്വേഷണം ആവശ്യപ്പെട്ട കൌൺസിലർ പോലീസിൽ പരാതി നൽകി. വീഡിയോ സംഘപരിവാർ ബന്ധമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വ്യാപകമായി വിദ്വേഷപരമായി പ്രചരിപ്പിച്ചിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി മിഥുൻ എന്നയാളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കുന്ന വീഡിയോ ചെയ്തത്. വീഡിയോ പുറത്തുവന്നതോടെ സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിദ്വേഷപരമായി ഇവ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇത് വീഡിയോസ് പുറത്തേക്ക് പോയി. ഇത് ആദ്യം ഒരു മുസ്ലിം നാമധാരിയാണ് ഈ വീഡിയോ ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഒരുപാട് പ്രൊഫൈലുകൾ കൊണ്ടാടിയത്. അത് ആ സമയത്ത് തന്നെ നമ്മളിത് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് ആ ഒരു അസുഖമുള്ള ഒരാളാണ്, ഈ അസുഖമുള്ള ഒരു വ്യക്തിയാണ് ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മൾ മുൻകൂട്ടി ഇവരെ അറിയിച്ചതാണ്. പക്ഷേ ഈ ഞങ്ങൾ നാടിനെ സംബന്ധിച്ച് ഈ വിഷയം എല്ലാവർക്കും അറിയാമെങ്കിലും ഞങ്ങൾ നാട് വിട്ട് മറ്റുള്ള ഭാഗത്തുള്ള ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഈ പലരും പല രീതിയിൽ വിദ്വേഷ കമൻറ്റുകളാണ്. ആ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ തന്നെ കാണാം, ഒരു മതത്തെ അടിച്ചാക്ഷേപിച്ചിട്ടുള്ള കമൻസുകളാണ്. സത്യത്തിൽ നമ്മളിവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, കൗൺസിലർ എന്നുള്ളത് ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്നയാളും BJP അനുഭാവിയുമാണ്. അതേസമയം ഇയാൾ നേരിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ലെന്നും വീഡിയോ പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വാർഡ് കൗൺസിലർ ആവശ്യപ്പെട്ടു. ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് നേടുന്ന ഒരാളാണ്. ഇപ്പോൾ മാസങ്ങളോളം കുതിരവട്ടത്ത് അദ്ദേഹം ചികിത്സയിൽ ഇരുന്ന ആളും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു BJP അനുഭാവി കൂടിയാണ്. അത് ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ന് വെച്ചിട്ട് BJP എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇയാളെ മാനസിക പ്രയാസം മൂലമാണ് പോസ്റ്റ് ചെയ്തത്, അതായത് രോഗത്തിൻ്റെ കാഠിന്യം മൂലമാണ് ഇയാൾ പോസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ മലപ്പുറം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോസ്റ്റിന് താഴെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രകോപനപരമായ കമന്റുകൾ ഇടുന്നവർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ആവൺ, മലപ്പുറം.